നിങ്ങൾ ഓടും, ഞാൻ പാടില്ല കേട്ടോ. ഞാൻ ശരിക്കും ഇൻട്രോവേർട്ട് ആട്ടോ. ആണോ? പറഞ്ഞോ. ഓക്കെ. ജിലു, ഹാപ്പി വിമൻസ് ഡേ. ഹാപ്പി വിമൻസ് ഡേ. എന്താണ് വിമൻസ് ഡേ സ്പെഷ്യൽ ജിലുവിനെ സംബന്ധിച്ച് ഈ 2024? ഭയങ്കര സ്പെഷ്യലാണ് ഈ വിമൻസ് ഡേ. കാരണം പറയാം, എനിക്ക് ഓൾറെഡി കൈരളിയുടെ ജ്വാല പുരസ്കാരം കിട്ടിയിരിക്കുകയാണ്. ജ്വാല അവാർഡ് ഞാൻ ഭയങ്കര ആഗ്രഹിച്ച ഒരു അവാർഡായിരുന്നു. അതുകൂടാതെ 2 സ്റ്റേറ്റ് അവാർഡ്, അങ്ങനെ ഒരുപാട് പുരസ്കാരങ്ങളും അവാർഡുകളും ഒക്കെ കിട്ടി. അതിൻ്റെ ഒരു സന്തോഷത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അല്ല, ശരിക്കും ഈ 2024 ആ അവാർഡിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ വൈറലായ ഒരു കാര്യമാണ്. മമ്മൂക്ക, അതായത് കൈരളിയുടെ ചെയർമാൻ, അദ്ദേഹത്തിൻ്റെ ഒരു പുരസ്കാരമാണ് തന്നിരിക്കുന്നത്. അദ്ദേഹം സെലക്ട് ചെയ്തതാണ് ജിലുവിനെ എന്ന് പറയുന്നത്. അപ്പോൾ ആ വേദിയിൽ വന്ന് ആ ചുമ്മയായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മമ്മൂക്ക തിരിച്ച് അങ്ങോട്ടേക്ക് ആക്കി പറയുകയാണ്, ആ ചുമ്മ എന്നുള്ള ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞു. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ പറഞ്ഞത് എൻ്റെ ഫ്രണ്ട്സ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഉറപ്പായിരുന്നു. കാരണം മമ്മൂക്ക ചുറ്റുമുള്ള കാര്യങ്ങളെല്ലാം അറിയുന്നു. കാരണം മമ്മൂക്കനെ ഫോളോ ചെയ്യുമ്പോൾ നമുക്കറിയാം, മമ്മൂക്ക എല്ലാം അറിയുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഇപ്പം നമ്മൾ എവിടെയിലോട്ടൊക്കെ ചെല്ലുമ്പോഴത്തേക്കും പറയുന്നത് മമ്മൂക്ക മമ്മൂക്ക എന്നാണ് ഇപ്പം എന്നെ വിളിക്കുന്നത്. മമ്മൂക്ക ജിലുമോളെ എന്ന് പറഞ്ഞ് എൻ്റെ സ്ലാങ്ങിൽ തന്നെ പറഞ്ഞതുകൊണ്ട് ആൾക്കാരെന്നെ ഇപ്പോൾ മമ്മൂക്ക മമ്മൂക്ക എന്ന് പറഞ്ഞാണ് എന്നെ ഇപ്പോൾ കളിയാക്കുന്നത്. ഞാൻ കണ്ടെത്തിയെന്ന് പറഞ്ഞാൽ ഞാൻ കാണാഞ്ഞിട്ടൊന്നുമല്ല. ഞാൻ ടി വിയിൽ ഒരാൾക്ക് കേക്ക് കൊടുക്കുന്ന ഒരു ഫോട്ടോ കണ്ടിരുന്നു കേട്ടോ. ജിലുമോളെ ചുമ്മാ കാണാഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ. ഞാനൊക്കെ ഡ്രൈവിംഗ് പഠിക്കാൻ ഒത്തിരി പാടുപെട്ട് 2 കൈ ഉണ്ടായിട്ട്. വലിയ വലിയ അത്ഭുതങ്ങളാണ് ഇതൊക്കെ. ഞാൻ പറഞ്ഞ പോലെ സ്ത്രീകൾ ലിബറേറ്റ് ചെയ്യുന്നത് ഇങ്ങനെ മാത്രമല്ല, അവരെ ഇങ്ങനെയുള്ള കുറവുകളെ കൂടെ അതിജീവിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ വലിയ കാര്യമാണ്. അത് ആരും സഹായത്തിനില്ലാത്ത ഒരു അശരണയായ ഒരവസ്ഥയുള്ള ഒരു പെൺകുട്ടി, നമുക്ക് വലിയ മാതാപിതാക്കളും കുട്ടികളും പണമൊക്കെ ഉള്ള ആൾക്കാർ ചെയ്യുന്ന പോലെയല്ല, ആരും സഹായിക്കാനില്ലാത്ത അനാഥയായി പോയ ഒരു കുട്ടിക്ക് മലാഖമാരുടെ സഹായം കണ്ടില്ലേ, അവർ കൊണ്ട് വളർന്ന് വലുതായി ഇത്ര വലിയ അംബീഷ്യസാണ്. ആഗ്രഹങ്ങൾക്ക് ആകാശം മുട്ടിയുള്ള ആഗ്രഹങ്ങളുണ്ടെങ്കിൽ നമ്മൾ പലതും സാധിക്കും. ഞാനുമൊക്കെ അങ്ങനത്തെ ഒരു ഉദാഹരണമാണ്. ഞാനൊക്കെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇത്രയും കാലമായിട്ട് എൻ്റെ ആഗ്രഹം കൊണ്ട് വന്നതാണ്. ആ പുരസ്കാരം ഭയങ്കര സ്പെഷ്യലായിരുന്നു അല്ലേ? ഭയങ്കര സ്പെഷ്യലായിരുന്നു. ഭയങ്കര മനസ്സുകൊണ്ട് എന്താണേലും എനിക്കിത് കിട്ടണം എന്ന് ഞാൻ ആഗ്രഹിച്ച ഒരു പുരസ്കാരം തന്നെയായിരുന്നു ജ്വാല അവാർഡ്. ജിലുവിനെ സംബന്ധിച്ച്, ശരിക്കും പ്രേക്ഷകരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ജിലു ഭയങ്കര സ്പെഷ്യലാണ്, വളരെ മിടുക്കിയാണ്. അതായത് സ്മാർട്ട് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം സ്മാർട്ട്. പലരും ആഗ്രഹിക്കുന്നുണ്ട് ജിലുവിനെ പോലെ ആകാൻ, പലരും അത്ഭുതപ്പെടുന്നുണ്ട്. ഞാൻ കുറച്ച് മുമ്പ് മേക്കപ്പ് ഇടുന്ന സമയത്ത് എൻ്റെ മേക്കപ്പ് ഇടുന്ന ലവ്ലി ചേച്ചി പോലും പറയുന്നുണ്ട്, കൊച്ചൊരു അത്ഭുതമാണല്ലേ, കാരണം അത് കാണിക്കുന്ന ഡ്രൈവ് ചെയ്യുന്നതൊക്കെ എങ്ങനെ സാധിക്കുന്നു. എല്ലാവരും ചോദിക്കുന്നത് അത് തന്നെയാണ്, എങ്ങനെ സാധിക്കുന്നു. ഞാനും ചോദിക്കുന്നത് എങ്ങനെ സാധിക്കുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടേക്കുന്ന ചോദ്യം ഇത് തന്നെയാണ്, എങ്ങനെയെന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഇപ്പം ഞാൻ മാത്രം വിചാരിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെയൊക്കെ ആകാൻ പറ്റില്ലായിരുന്നു. ഒരുപാട് ഡീമോട്ടിവേറ്റ് ചെയ്യാനായിട്ടൊക്കെ ആൾക്കാരുണ്ടായിരുന്നു, അല്ലെങ്കിൽ പലരും ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, ഒരുപാട് ആൾക്കാർ. എല്ലാവരെന്നും പറയുന്നില്ല, പക്ഷെ ആ സപ്പോർട്ട് ചെയ്യുന്നവരിലോട്ട് മാത്രമായിരുന്നു എൻ്റെ ഫോക്കസ്. അപ്പോൾ അതിൽ ഫോക്കസ് ചെയ്തപ്പോൾ എനിക്ക് പറ്റുന്ന രീതിയിൽ നന്നായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചു.